കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ബ്രസീലിലേക്കൊരു ബാലൻഡിയോർ വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എതിരഭിപ്രായമോ അല്ലെങ്കിൽ സങ്കടമോ ഉണ്ടാവുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ റൊണാൾഡോ ഫാൻസിന് അല്ലെങ്കിൽ മെസ്സി അർജന്റീന ഫാൻസിനൊക്കെ ആയിരിക്കും അല്ലേ. അവരൊന്നും ഒരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അവർ സങ്കടപ്പെടുകയാണെങ്കിൽ അവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സകലമാന ബാലൻഡിയോറും മെസ്സിൻ്റെയും ക്രിസ്ത്യാനോൻ്റെയും പേരിലാണ്. പിന്നെ എന്തിനു സങ്കടപ്പെടണം? പക്ഷേ ബ്രസീലിലേക്കൊരു ബാലൻഡിയോർ പോകാൻ സാധ്യത കൂടുതലാണ്. റാഫിനെ തന്നെ ഇപ്പോൾ ബാലൻഡിയോറിൻ്റെ പുതുക്കിയ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് റാഫിനെയാണ്. അത് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ഇന്നലത്തെ സെൽറ്റയുമായിട്ടുള്ള മത്സരത്തിൽ റാഫിനയുടെ പ്രകടനം ഒന്നുകൂടി ബാലൻഡിയോറിൻ്റെ അടുപ്പം വർദ്ധിപ്പിക്കുകയാണ്. അതായത് 3-1 തോറ്റു നിൽക്കുന്ന ടീമിനെ 2 ഗോളും 1 അസിസ്റ്റും കൊടുത്തിട്ട് അദ്ദേഹം നായകനായിട്ട് അവരുടെ ടീമിൻ്റെ നായകനാണ്. അതുമാത്രമല്ല ടീമിനെ വിജയിപ്പിച്ചാണ് കയറ്റി. അത്ര തന്നെ ജാതി പെർഫോമൻസാണ് നിലവിൽ ബാഴ്സലോണയുടെ നായകൻ പുറത്തെടുക്കുന്നത്. ബാഴ്സയിൽ ചാമ്പ്യൻസ് ലീഗ് സാധ്യത കൂടുതലുള്ള ടീം ബാഴ്സലോണയാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ട്രോഫികളും ഇപ്രാവശ്യം ബാഴ്സയിൽ അദ്ദേഹം കൊയ്യാൻ സാധ്യതയുണ്ട്. ഇപ്രാവശ്യത്തെ ലാലിഗ ബാഴ്സലോണക്ക് തന്നെയാണെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം ലാലിഗ ടോപ്പേഴ്സ് ബാഴ്സലോണയാണ്. ഇപ്പോൾ കുതിക്കുകയാണ് ലാലിഗയിൽ അവർ. എന്തുകൊണ്ടും ബ്രസീലിലേക്കൊരു ബാലൻഡിയോർ വരാൻ പറ്റിയൊരു സമയം. കഴിഞ്ഞ കൊല്ലം ഇത് പ്രതീക്ഷിച്ചതാണ് വിനീഷ്യസിന് കിട്ടുമെന്നൊക്കെ. അവസാന ഘട്ടത്തിൽ റയൽ മാഡ്രിഡിന് വിനീഷ്യസ് മാത്രമല്ല റയൽ മാഡ്രിഡിലെ മറ്റ് താരങ്ങളും പരിശീലകനും ഉൾപ്പെടെ ആ ഒരു ചടങ്ങ് ബഹിഷ്കരിച്ചു. ന്യൂസ് വന്നത് മുതൽ റോഡ്രിക്കാണ് എന്ന് പറഞ്ഞത് കേട്ടത് മുതൽ ഇപ്പോൾ എന്തായാലും ഒരു എതിരാളികളില്ലാതെ ബാഴ്സലോണ റാഫിനെ കുതിക്കുന്ന മാരക തോന്നുന്നുണ്ട്. തൊട്ടു പിറകിലുള്ളത് നമ്മുടെ ഡംബാലൊക്കെയാണ്. സാധ്യത കൂടുതൽ റാഫിനയിൽ കാണുന്നുണ്ട്. കാത്തിരിക്കാം. ആ ഒരു കിരീടം ബ്രസീലിലേക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുമോ എന്നുള്ളതിലെ